വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ നാത്തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പൂക്കുന്നീണത്തിൽ മങ്ങിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ നിന്നെ തന്നെ ഹായ്, ഇന്നത്തെ ദിവസം നിങ്ങളോടിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം ക്ലാസ് തുടങ്ങിയിട്ടാണ് സാധാരണ നമ്മളെല്ലാ ബാച്ചിനെയും കാണുന്നതും അറിയുന്നതും ഒക്കെ. പക്ഷെ നിങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ പേരുകൾ അറിയാൻ തുടങ്ങിയതും നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയതും അതിനൊക്കെ മുമ്പാണ് അല്ലേ? അഡ്മിഷൻ ടൈമിൽ തുടങ്ങി. എനിക്ക് KVM-ൽ അഡ്മിഷൻ ഡ്യൂട്ടി കിട്ടുന്ന ആദ്യത്തെ ബാച്ച്. ആക്ച്വലി ഫാക്കൽറ്റിക്ക് അഡ്മിഷൻ ഡ്യൂട്ടി ഇട്ടിട്ട് ആദ്യമായിട്ടത് വന്നെത്തുന്നത് എൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ എടുത്ത ഫസ്റ്റ് ബാച്ചും നിങ്ങളുടേതാണ്. അപ്പോൾ ഈ ദിവസം നിങ്ങളോട് ഇതേപോലെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളുടെ ബാച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും എക്സാംസ് വരുമ്പോൾ പ്രാർത്ഥിക്കണേ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുള്ള ബാച്ചാണ്. അതുപോലെ തന്നെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ റിസൾട്ട് അറിയിക്കുന്ന ഒരു ബാച്ചാണ്. അത് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നതാണ് ഇതേപോലത്തെ മെസ്സേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് തരുന്ന ബാച്ചാണ്. ഒരു സെമ്മിലെ പഠിപ്പിച്ചിട്ടുള്ളെങ്കിലും ഒരുപാട് അടുത്ത് നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന കുട്ടികളുള്ള, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്ന കുട്ടികളുള്ള ബാച്ചാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഇനിയും പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. പരീക്ഷകൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല അത് താമസിയാതെ പെട്ടെന്ന് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നിപ്പം ഒരു ബാച്ചും കൂടി അങ്ങനെ KVM ഇന്ന് നല്ല മിടുക്കന്മാരായിട്ട് 8th സെമ്മും കഴിഞ്ഞ് പോവുകയാണ്. KVM-ൽ ഞാൻ ആദ്യമായിട്ട് വരുമ്പം എനിക്ക് അസൈൻ ചെയ്ത 2 സബ്ജക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ ഫാർമസ്യൂട്ടിക്സും 6th സെം ബയോടെക്നോളജി. അങ്ങനെ ഞാൻ അവിടെ ഒരു 4 ബാച്ചിന് ബയോടെക്നോളജി എടുത്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് തന്ന ഒരു ബാച്ചായിരുന്നു ഈ ബാച്ച്. ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. ഇവരെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുന്ന ഒത്തിരി കുട്ടികളുള്ള ഒരു ബാച്ചാണ്. ഹാർഡ് വർക്ക് ചെയ്തും ഇൻഡസ്ട്രീസ് വർക്കൊക്കെ ചെയ്ത് ഇമ്പ്രൂവ് ആയി വന്ന ഒരു ബാച്ചാണ്. അപ്പോൾ അതൊരു സന്തോഷമായ ഒരു കാര്യമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം വരുന്നത്. നിങ്ങളുമായിട്ട് ഒരു യാത്ര ഞാൻ വന്നിട്ടുണ്ട്. 2 ദിവസത്തേക്ക് നമ്മൾ കണ്ണൂരൊക്കെ പോയത് ഞാൻ ഓർക്കാറുണ്ട്. അപ്പം നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഉയർന്നു പോകുമ്പം അത് അവരെ അറിയിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പം അങ്ങനത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ലൈഫിലുണ്ടാകുമ്പം അത് ഞങ്ങളോട് ഷെയർ ചെയ്യാം. മിസ്സേ, ഞങ്ങൾക്ക് ജോലി കിട്ടി, മിസ്സേ ഞങ്ങളുടെ കല്യാണമാണ്, അങ്ങനെയൊക്കെ ഒന്ന് വിളിച്ച് പറയുക അല്ലെങ്കിൽ അറിയിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സെമ്മേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. എന്നാലും കുറേ നാൾ പഠിപ്പിച്ച ഒരു ഫീൽ വേറെ പോലെ. ഞാനിപ്പോൾ മെസ്സേജ് അയക്കുന്നത് മൺഡേ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ രാവിലെ അൺഎക്സ്പെക്റ്റഡ് ആണ് ഒത്തിരി മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. സാറേ, ഞങ്ങളുടെ എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി സന്തോഷം നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ. ഇവൻ നാട്ടിൽ വന്ന സമയത്താണെങ്കിൽ ഒത്തിരി പേരെ കാണാൻ വന്നിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി മെസ്സേജ് കിട്ടാറുണ്ട് നിങ്ങളിൽ നിന്നും, സീനിയേഴ്സിൽ നിന്നൊക്കെ ഒത്തിരി ബ്ലെസ്ഡ് ആണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫെയർവെൽ ഡേ ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളോട് ഒരിക്കൽ കൂടി സംസാരിക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ബാച്ചാണ് നിങ്ങളുടെ. ജൂറിസ് പോലെ ഒരു സബ്ജക്റ്റ് കുറച്ച് ട്രൈ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് എനിക്ക് പറ്റിയത് നിങ്ങൾ അത്രയും കോപ്പറേറ്റീവായിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ്.
ആസ് എ ടീച്ചർ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളെ പഠിപ്പിച്ചത്. യു ഷുഡ് കീപ് ഗോയിങ്, വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി റീച്ച് ഹൈറ്റ്സ്. എൻ്റെ പ്രാർത്ഥനകളുണ്ടാവും. താങ്ക് യു. പിന്നെ ഹോസ്റ്റ് ചെയ്യുന്നവർ പച്ച പിള്ളേരല്ലേ നിങ്ങൾ വിളിക്കുന്നത് പോലെ ഞാനും പച്ചയാട്ടോ ഇട്ടേക്കുന്നത് നിങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട്. അപ്പം അവർ കോണ്ടാക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഒരു വർഷം ഏകദേശം ആവാറായി, പക്ഷെ എങ്കിൽ പോലും ഓർത്ത് എനിക്ക് മെസ്സേജ് ചെയ്ത് ഇങ്ങനൊരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ആ ഹാളിൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഒച്ച അവിടെ കേൾക്കാനായിട്ട് ഒരവസരം തന്നതിൽ, കേൾപ്പിക്കാനായിട്ടെന്ന് പറയുന്നത് അല്ലേ, അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. 2 ബാച്ചിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഈ ഭയങ്കര മാർക്കും റാങ്കും ഒക്കെ ചിലപ്പോൾ ഓർക്കത്തൊന്നുമില്ല നമ്മൾ കോളേജിൽ നിന്ന് പോകുമ്പോൾ. അല്ലാതെ കുറേ ഓർമ്മകളുണ്ടാകും. അതൊക്കെ ആയിരിക്കും എപ്പോഴും ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്തു, ടൂറിന് പോയപ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്തു, ഫ്രീ ടൈമിൽ നമ്മൾ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ആയിരിക്കും കൂടുതൽ ഓർമ്മ വരുന്നത്. അല്ലാതെ എനിക്ക് അത്ര മാർക്ക് കിട്ടിയെന്നൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കാറേ ഇല്ല. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്ക് അറിയാൻ പാടില്ല. തിരിച്ചു ഓർത്താ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഇതാരാ? സച്ചിൻ. സച്ചിനാ? ബോംബെ ഇറക്കിയതാ. പ്ലെയറാ. 10-നും 10:30-ക്കുള്ളിൽ വാളയാർ ചെസ് പോസ്റ്റിൽ തിരിച്ചു നടത്തിയിരിക്കും. ഇത് പറയുന്നത് പരമശിവമാണ് പറയുന്നത് പരമശിവം. കടത്തുന്നോടെ കടത്തിയിരിക്കും. വെട്ടിയിട്ട് വായത്തണ്ട് പോലെ കിടപ്പ് കണ്ടപ്പ എന്താ പേടിയുണ്ടോ? നമുക്ക് 4 പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. എന്താ? പിന്നെ നേരത്തെ കിടക്കാം. 11:30 കറണ്ട് പോകും. അയ്യോ, ഓക്കെ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ജീവൻ ഭീകരൻ. పార్టీ లేదా పుష్ప? മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. பைலா, இப்ப நான் சோகமா தானடா பாடணும். சோகம் உனக்கு மட்டும்தான், எங்களுக்கு இல்ல. நீ நல்லா வைபா பாடு.
ഒരിക്കൽ റേച്ചിൽ എന്നോട് സംശയം ചോദിച്ചു, നിങ്ങളാരും കരയാറില്ലേ? കരയാത്ത മനുഷ്യരുണ്ടോ? നിഴല് പോലെ കൂടെയുള്ള ഒരാൾ ഒരു നാൾ ഓർമ്മയാകുന്നറിയുമ്പോൾ കണ്ണറിയാതെ നനഞ്ഞു പോകും. വർഷം 4 years. ഈ 4 വർഷത്തിനിടയിൽ we made some precious memories അല്ലേ? ഓർമ്മകൾ. ഈ ഓർമ്മകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണല്ലേ? Sari ma gari sari ni sa ga sari ma gari sari ni sa ga